അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് സീസൺ 1-ൽ ഷിഫ്റ്റ് 2-ൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യം ഇങ്ങനെ പറയുന്നു: ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1, എ പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി എബോ ആൻഡ് ബിലോ ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ദ പൈ സ്റ്റാർ ആൻറ്റിബോണ്ടിങ് എംഒ ഹാസ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് എ നോട്ട് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ. അപ്പോൾ ഈ ചോദ്യം ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ +1-ലെ ടോപ്പിക്കായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിലെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. മറ്റുള്ള ഒരു പുസ്തകത്തിൽ നിന്നല്ല ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഡയറക്റ്റ് NCERTയുടെ ആശയം അതുപോലെ തന്നെ ചോദിച്ചിരിക്കുക, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈസിയായി ആൻസറിലേക്ക് പോകാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഭാഗത്ത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞ സബ് ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഈസിയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു എ പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി എബോ ആൻഡ് ബിലോ ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ ഞാനൊരു പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ് PX ഓർബിറ്റലിൻ്റെ, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, അതുവഴിയാണല്ലോ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ PX ഓർബിറ്റൽസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റൽസിലേക്ക് PX PY ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് നമ്മൾ Z-നെ അല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് X ആക്സിസിനെയും Y ആക്സിസിനെയും കൺസിഡർ ചെയ്യുന്നു. PX PY എല്ലാം ഒരുപോലെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ PX ഓർബിറ്റൽസിനെ കാണിച്ചാൽ ഇതാണ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്, അതിന് മുകളിൽ അതിന് താഴെ. അപ്പോൾ ഇതിനെ ഞാൻ പ്ലസ് എന്നും ഇതിനെ മൈനസ് എന്നും എടുക്കുന്നു. സോ ഇതിനെ ഞാൻ PX ഓർബിറ്റൽസ് എന്ന് എടുക്കുന്നു. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം പ്ലസ് അഡീഷൻ വഴിയാണ് പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്ലസ് എടുക്കുന്നു, അതിൻ്റെ താഴെ മൈനസ്. ഈ ഹൊറിസോണ്ടലായിട്ട് നടുക്കൂടെ കടന്നു പോകുന്ന ആ ആക്സിസിനെ Z ആക്സിസ് അഥവാ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതും PX ഓർബിറ്റലാണ്. അപ്പോൾ ഞാനിവിടെ പ്ലസ് അല്ലേ ഇട്ടിരിക്കുന്നത്, അഡീഷനാണ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ പ്ലസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസും മൈനസും തന്നെ നിൽക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഇത് ഓവർലാപ്പിംഗ് ആണ്, ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസും മൈനസും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ, ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ അപ്പർ ഹാഫിൽ സെയിം സൈനാണ്, ലോവർ ഹാഫിൽ സെയിം സൈനാണ്. ആ സെയിം സൈൻ കൂട്ടത്തിൽ ചേർന്ന് വലുതാകുന്നു. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ആ പ്ലസ് ചേർന്ന് മുകളിലൊരു ഭാഗവും താഴെ ഒരുമിച്ചാവുകയും ചെയ്യുന്നു. ഇത് മൈനസും ഇത് പ്ലസും ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് പൈ 2PX ഓർബിറ്റൽ എന്ന് പറയാം. അത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ്. എങ്ങനെ മനസ്സിലായത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണെന്ന്? കാരണം അഡിഷൻ വഴിയാണ്, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ അഡിഷൻ വഴിയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാവുന്നത്. അത് ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് പൈ ബോണ്ടാണ്. 2PX ആയതുകൊണ്ട് പൈ 2PX ആണ്. അപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പർ ഹാഫിലും ലോവർ ഹാഫിലുമാണ് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എ പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി എബോ ആൻഡ് ബിലോ ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് എന്നാണ്. നിങ്ങൾ നോക്കിയേ, ഇൻ്റർന്യൂക്ലിയർ ആക്സിസിന് മുകളിൽ ഒരു പ്ലസും താഴെ മൈനസുമാണ്. അവിടെയാണല്ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. ഈ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ ഇലക്ട്രോൺ ഇല്ല, അത് നോഡെന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവല്ല, കൂടുതലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. അതുപോലെ ദ പൈ സ്റ്റാർ ആൻറ്റിബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് എ നോഡ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ. അപ്പോൾ പൈ സ്റ്റാർ ആൻറ്റിബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ, അപ്പോൾ ഇതിൻ്റെ പൈ സ്റ്റാർ അഥവാ ആൻറ്റിബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടണമെങ്കിൽ ഈ പ്ലസിൻ്റെ സ്ഥാനത്ത് ഞാൻ മൈനസ് ഇടേണ്ടതായി വരും. അപ്പം നമുക്കറിയാം ആൻറ്റിബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദ സബ്സ്ട്രാക്ഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അപ്പോൾ നമുക്ക് നോക്കാം, PX തന്നെ എടുക്കാം, അതിൻ്റെ സബ്സ്ട്രാക്ഷൻ നോക്കാം ആൻറ്റിബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ. അപ്പോൾ ഇത് നോക്കുക, ഇത് പ്ലസ് ഇത് മൈനസ്, ഇത് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്. ഇവിടെ ഞാൻ മൈനസ് കൊടുക്കുന്നു. ഇതൊരു PX ഓർബിറ്റൽ. അതുപോലെ ഇതും പ്ലസ് ഇതും മൈനസ്, ഹൊറിസോണ്ടൽ ആക്സിസ് പോകുന്നു. മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്സുമാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അവരുടെ ഓവർലാപ്പിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ അവർ പഴയതുപോലെ തന്നെ ഓവർലാപ്പിങ്ങിന് വിധേയമാകുന്നു. അപ്പം പ്ലസ് ഇവിടെ മൈനസ് ആവുന്നു, മൈനസ് ഇവിടെ പ്ലസ് ആവുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ ഓവർലാപ്പിങ്ങിന് വിധേയമായിരിക്കുന്നവർക്ക് ഡിഫറൻറ്റ് സൈനാണ്. അവരൊരിക്കലും ഓവർലാപ്പ് ചെയ്യില്ല. അവരുടെ റിസൾട്ട് ഇങ്ങനെയാണ്. അവരൊരിക്കലും ഓവർലാപ്പ് ചെയ്യാതെ ഇങ്ങനെ 4 ഭാഗത്തേക്കായി പോകുകയാണ്. പ്ലസ് മൈനസ് മൈനസ് പ്ലസ് 4 കോർഡൻറ്റുകളിലായിരിക്കുന്നു.
അപ്പോൾ നോക്കൂ, അവരുടെ ന്യൂക്ലിയസിൻ്റെ പാർട്ടിൽ ഏകദേശം സെൻട്രൽ പൊസിഷനിലാണ് ആ നോഡ് വന്നിരിക്കുന്നത്. ഇത് പൈ സ്റ്റാർ 2px ഓർബിറ്റിലാണ്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലാണ്. എന്താണ് ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുന്നത്? ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ അവരുടെ നോഡ് എവിടെ വന്നിരിക്കുന്നത്? ആ ആക്സിസ് കണ്ടേ, അപ്പം ഓക്കെ, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, ഇതിൻ്റെ ഇടയ്ക്ക് ആ ക്രോസ് പോലെ വന്നിരിക്കുന്ന രണ്ട് ആക്സിസിൽ എന്ത് വന്നിട്ടുണ്ട്? ഇലക്ട്രോണുകളില്ല. അതാണ് നോഡെന്ന് പറയുന്നത്. അവിടെയാണ് ന്യൂക്ലിയസ് ഉള്ളത്. അപ്പോൾ അത് വളരെ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇങ്ങനെ പറയുന്നു, ദ പൈ സ്റ്റാർ ആൻറ്റിബോണ്ടിങ് MO ഹാസ് എ നോഡ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ. അതെ, ഈ ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്കാണല്ലോ വന്നിരിക്കുന്നത് നോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരമെന്ന് മനസ്സിലാക്കാം. എന്ത് എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് NCERT പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന, ആ ഡയഗ്രത്തിൻ്റെ ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മുടെ പുസ്തകത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഡയഗ്രംസ് ആണ്, ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്.